ഓരോരുത്തർക്കും വീട് കൊടുത്തുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്നുള്ളതാണ് പ്രശ്നം. ലീഗ് കൊടുത്ത ലീഗിൻ്റെ ആ പ്രവൃത്തിയെ നമ്മൾ കുറ്റം പറയുന്നതില്ല. ഇടതുപക്ഷക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു കുറ്റമോ യാതൊരു ആക്ഷേപമോ ഇക്കാര്യത്തിലില്ല. ഇതുവരെയായി എത്ര രൂപ പണം പിരിച്ചുവെന്നോ ഇനിയും വീട് നിർമ്മിക്കുമെന്നോ ഒന്നുമുള്ള യാതൊരു അറിവും ലീഗുകാർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പുറത്തേക്ക് പോകാതെ ഒരു നഗരത്തിനുള്ളിൽ ജീവിക്കുന്ന പോലെ ഉള്ള സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. നമസ്കാരം, SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് വളരെ ചെറിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കാര്യം, ഒരു താരതമ്യ പഠനം എപ്പോഴും ആവശ്യമായി വരും. ഈ താരതമ്യം പലപ്പോഴും ഇപ്പോൾ നിലവിൽ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഒരു UDFിൻ്റെ സൈബർ ഹാൻഡിലുകളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെതായ 178ഓളം വീടുകൾ അവിടെ കൈമാറ്റം ചെയ്തു എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടം വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 178 വീടുകൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വിതരണം ചെയ്തു. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ചില സൈബർ ഹാൻഡിലുകളിൽ നിന്നുള്ള ഒരു ചെറിയ കാൽക്കുലേഷൻസ്, നിങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷക്കാർ അല്ലെ സർക്കാർ ഇത്രയും കാലമായിട്ട് വെച്ചു കൊടുത്ത 178 വീടാണല്ലോ, അതും താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 7 സെൻറ്റ് മാത്രം ഒരു പ്രോപ്പർട്ടി വരുന്നു. അതിനുശേഷം പിന്നെ 1000 സ്ക്വയർ ഫീറ്റ് മാത്രം വീട് വരുന്നു. 2 റൂംസ് മാത്രമാണ് അവർക്കുള്ളത് എന്ന അടക്കമുള്ള പരാതി ഉയർന്നു വരുന്നു. അല്ലാതെ വേറെ ഇപ്പം മുസ്ലിം ലീഗുകാർ വെച്ചത് 1100 സ്ക്വയർ ഫീറ്റ് വീടാണ്. അവിടൊപ്പം 3 ബെഡ്റൂമുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. 8 സെൻറ്റ് പ്രോപ്പർട്ടിയും അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പലരും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദം. അതായത് സർക്കാർ ചെയ്തതൊന്നും അത്ര കെങ്കേമമായ പ്രവൃത്തിയൊന്നും അല്ല, മറിച്ച് ലീഗുകാർ ചെയ്തതാണ് ഏറ്റവും മഹനീയമായ പ്രവൃത്തിയെന്നും ലീഗുകാർ പരമാവധി വീട് അവർക്ക്, അല്ലെങ്കിൽ വീട് പരമാവധി വലിപ്പത്തിൽ പരമാവധി സ്പേസ് കൊടുത്തിട്ട് അവർക്ക് നൽകി എന്നുമാണ് ഉയർത്തിക്കൊണ്ടുവരുന്ന സൈബർ ഹാൻഡിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം. ഇതാണ് നമ്മളിവിടെ ഒരു താരതമ്യത്തിനൊന്നും അർഹമായ ഒരു കാര്യമേ അല്ല, ഒരു വാദഗതിയേ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ നൽകിയിരിക്കുന്നത് വീടല്ല. ദാറ്റ് മീൻസ് ഓരോരുത്തർക്കും വീട് കൊടുത്തുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്നുള്ളതാണ് പ്രശ്നം. എത്ര പറഞ്ഞാലും ഇവർക്കാർക്കും മനസ്സിലാവില്ല. ഇത് അതേസമയം ലീഗ് നൽകിയിരിക്കുന്നത് ടൗൺഷിപ്പ് പ്രോജക്റ്റ് അല്ല, അത് വീട് അല്ലെങ്കിൽ വില്ല പോലെയുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ മാത്രമാണ്. ലീഗ് കൊടുത്ത ലീഗിൻ്റെ ആ പ്രവൃത്തിയെ നമ്മൾ കുറ്റം പറയുന്നതില്ല. ഇടതുപക്ഷക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു കുറ്റമോ യാതൊരു ആക്ഷേപമോ ഇക്കാര്യത്തിലില്ല. കാരണം ലീഗ് എന്ന് പറയുന്ന UDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ രാഷ്ട്രീയ പാർട്ടി വളരെ കൃത്യമായി, വളരെ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുന്നു. സാമ്പത്തിക പിരിവ് നടത്തിയതിന് ശേഷം അവർ സ്ഥലം കണ്ടെത്തുന്നു. ആ സ്ഥലം കണ്ടെത്തി ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അവർ പുതിയ ഒരു ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിക്കുന്നു. തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇവരുടെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഏകദേശം 51ഓളം വീടുകൾ അവർ നൽകുകയും ചെയ്തു എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. അക്കാര്യത്തിൽ ആർക്കും യാതൊരു സന്ദേഹമോ സംശയമോ ഇല്ല. കാരണം മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഈ UDFിനെ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇതുവരെയായി എത്ര രൂപ പണം പിരിച്ചുവെന്നോ ഇനിയും വീട് നിർമ്മിക്കുമെന്നോ ഒന്നുമുള്ള യാതൊരു അറിവും ലീഗുകാർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് കോൺഗ്രസ്സുകാർ ഈ വയനാടുകാർക്ക് വീട് വെച്ച് കൊടുക്കുമോ ഇല്ലയോ ലീഗിന് പോലും പറയാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ. ആ സാഹചര്യത്തിൽ ലീഗ് ചെയ്തതിനെ ഒരിക്കലും ഇകഴ്ത്തി കാണാനും സാധിക്കില്ല. ഇനി ഇതിനകത്ത് വരുന്നൊരു കാര്യം, 7 സെൻറ്റ് പ്രോപ്പർട്ടി സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ, സംസ്ഥാന സർക്കാർ വില കൊടുത്തു വാങ്ങിയ പ്രോപ്പർട്ടിയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ. ആ വില കൊടുത്ത് വാങ്ങിയ പ്രോപ്പർട്ടി സംസ്ഥാന സർക്കാർ ഒരാൾക്ക് നൽകുമ്പോൾ 7 സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഒരാൾക്ക് കിട്ടുക. 7 സെൻറ്റും വീടും ഏകദേശം 1 കോടിയോളം വരുന്ന പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ പിന്നെ സമ്പത്തിൻ്റെ ഉടമയായി ഓരോരുത്തരും മാറുന്നു. ഇത് കൂടാതെ അവിടെ നിന്ന് പലരും സംസാരിക്കുന്നതനുസരിച്ച് ഒരു കുടുംബത്തിന് 25,000 രൂപ എന്നുള്ള നിലയിൽ അവർക്ക് ഇക്കണ്ട കാലം അത്രയും ലഭിച്ചുകൊണ്ടിരുന്നു. അതായത് അവർക്കൊരു തൊഴിൽ ബത്ത എന്നുള്ള നിലയിൽ പോലും 300 രൂപ ഉൾപ്പെടെ അവരുടെ പെൻഷനുകൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിനേക്കായി സംസ്ഥാന സർക്കാർ ചിലവാക്കിക്കൊണ്ടിരുന്ന ഏകദേശം 25,000 രൂപയാണ്. ഇത് പലരും വ്യക്തമാക്കുന്നുണ്ട്. പലരും അക്കാര്യത്തിൽ സർക്കാരിനോട് വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. സർക്കാർ ഇനിയും തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും ആ കൂട്ടത്തിലുള്ളവർ.
കാരണം ഇങ്ങനെയൊന്ന് അവർ പ്രതീക്ഷിച്ചത് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അവിടെ നിന്ന് വയനാടിൻ്റെ ആ ഒരു വശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നിരവധി കണ്ണ് നനയിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും. മനസ്സിനെ ആർദ്രമാക്കുന്ന നിരവധി കാഴ്ചകളാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. പലരുടെയും വികാര വിക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ പലരുടെയും എന്താ പറയുക, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇങ്ങനെയൊരു സംഭവത്തിൽ നമുക്ക് സർക്കാർ ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് എന്ന് സ്വാഭാവികമായും നമുക്ക് തോന്നിപ്പോകും. അവിടെ ലീഗുകാർ ചെയ്ത വലിയ നല്ല പ്രവൃത്തി തന്നെയാണ്, അതിനകത്ത് യാതൊരു ഇതുമില്ല. പിന്നെ ഇതൊരു ടൗൺഷിപ്പ് ആകുമ്പോൾ ടൗൺഷിപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനും സർക്കാർ പണം മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വീട് നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ആ വീടിനോട് ചേർന്നുകൊണ്ട് നാഷണൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം, ആ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ്, ഒരു നഗരം ഉണ്ടാക്കി നൽകി എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ ലീഗ് ഈ സൈബർ ഹാൻഡിലുകൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണിത്. ശരിക്കും ഇതൊരു വീട് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമല്ല, ഇതൊരു ടൗൺഷിപ്പാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതായത് അവിടെ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പുറത്തേക്ക് പോകാതെ ഒരു നഗരത്തിനുള്ളിൽ ജീവിക്കുന്ന പോലെ ഉള്ള സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതോടൊപ്പം ലീഗ് ചെയ്ത മറ്റൊരു കാര്യം, ലീഗ് ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് ഭൂമി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടു, എന്നിട്ട് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകിയിട്ടില്ല എന്നൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. അതേസമയം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് വി ഡി സതീശൻ അടക്കമുള്ള, അബിൻ വർക്കി അടക്കമുള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള, ഷാഫി പറമ്പിൽ അടക്കമുള്ള, സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ സർക്കാർ ഞങ്ങൾക്ക് ഭൂമി വിട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങൾക്ക് ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് സർക്കാർ ഭൂമി വിട്ട് നൽകിയിരുന്നെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഞങ്ങൾ വീട് വയ്ക്കുമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വില കൊടുത്തു വാങ്ങിയ പ്രോപ്പർട്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം ഇതിൻ്റെ പിന്നാലെ നടന്ന കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർക്കാരിന് ഒരുപാട് തുക ചെലവായിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര കണ്ട് കോൺഗ്രസ്സുകാരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴും പറയേണ്ട ഒരു കാര്യം, സർക്കാർ വില കൊടുത്തു വാങ്ങി ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന് പൈസ അല്ലെങ്കിൽ വസ്തു കൊടുക്കുക? കാര്യം സർക്കാർ അവിടെ ഉദ്ദേശിക്കുന്നത് വെറുതെ വീട് വെച്ച് കളയാൻ വേണ്ടിയിട്ടല്ല. അവിടെ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിന് ആവശ്യമായുള്ള പ്രോപ്പർട്ടി സർക്കാർ വില കൊടുത്തു വാങ്ങുകയും അതിൻ്റെ മേലെയുള്ള കോടതി വ്യവഹാരങ്ങൾക്കടക്കം സർക്കാർ മുന്നിട്ടിറങ്ങുകയും അതിന് ഫൈൻ അടയ്ക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് സർക്കാരിന് ഇപ്പോൾ വീട് വയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ കോടതി വ്യവഹാരങ്ങളിൽ തീരുമാനമായി 6 മാസം കൊണ്ട് തന്നെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാർ അവിടെ ആരംഭിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് 100 വീട് വയ്ക്കാൻ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു 7 ഏക്കർ ഭൂമി മിനിമം ആവശ്യമായി വരും വീടിന് വേണ്ടി മാത്രമായി. അതായത് സംസ്ഥാന സർക്കാർ വിട്ടുകൊടുത്ത 7 സെൻറ്റ് എന്നുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 700 സെൻറ്റ് പ്രോപ്പർട്ടി ആവശ്യമായി വരും. അതായത് ഏറ്റവും കുറഞ്ഞത് 7 ഏക്കർ ഭൂമി വേണ്ടി വരും, ഏറ്റവും കുറഞ്ഞത്. അതിനകത്ത് റോഡുകൾ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ 7 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ വില കൊടുത്ത് അഡീഷണൽ വില കൊടുത്ത് വാങ്ങി അത് നൽകേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പം പിന്നെ തന്നെയുമല്ല, ഈ കോൺഗ്രസ്സുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ആരോപണം, ഞങ്ങൾക്ക് രേഖാമൂലം കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. അത് തെറ്റാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പറച്ചിലാണ് എന്ന് അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ സർക്കാരുമായി യാതൊരു തരത്തിലുള്ള എഴുത്തുകുത്തുകളോ ഒന്നും ഈ പ്രതിപക്ഷ പാർട്ടി നടത്തിയിട്ടില്ല. അതാണ് വാസ്തവം. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ എങ്ങനെയെങ്കിലും കുറ്റം പറയുക, സർക്കാർ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ പ്രതിപക്ഷം വെട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പ്രതിപക്ഷത്തിന് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ തൽക്കാലം പ്രതിപക്ഷത്തിന് ആസ്തിയോ ആവതോ ഇല്ല. തന്നെയുമല്ല, അങ്ങനെ പറഞ്ഞ് സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ മാത്രമേ അടുത്ത തവണ കൽപ്പറ്റയിൽ നിന്നായിരുന്നാലും സുൽത്താൻ ബത്തേരിയിൽ നിന്നായിരുന്നാലും മാനന്തവാടിയിൽ നിന്നാണെങ്കിലും 10 വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയൂ. അപ്പോൾ സർക്കാരിനെ ഒരു ചോദ്യചിഹ്നത്തിനുള്ളിൽ കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി മാത്രം ഉയർത്തുന്ന ഒരു ആരോപണമാണ് വസ്തുവിനുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ വസ്തുവിൽ, അതായത് ലീഗ് വീട് വെക്കാൻ വേണ്ടി എടുത്ത പ്രോപ്പർട്ടിക്ക് മേൽ, അതായത് ഈ സ്ഥലത്തിന് മേൽ സംസ്ഥാന സർക്കാർ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്ന ഒരു കുപ്രചരണം കൂടി നടത്താൻ കോൺഗ്രസ്സുകാർ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു കുപ്രചരണം കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ നടത്തിയിട്ടില്ല എന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ദേശീയ സെക്രട്ടറി തന്നെയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുകയും ചെയ്തു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും ലഭിച്ചു എന്ന്
കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന തന്നെ, അല്ലെ കോൺഗ്രസ് പാർട്ടി തന്നെ നേരിട്ട് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തി അവിടെ വീട് വെക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ സർക്കാർ അക്കാര്യത്തിൽ യാതൊരു എതിർപ്പും അറിയിക്കില്ലായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാര്യം ലീഗുകാർക്ക് എതിരായി സർക്കാർ നിന്നിട്ടില്ല, അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ പണം ഇറക്കി വസ്തു മേടിച്ച് അതിൽ സ്ഥലം അല്ലെങ്കിൽ വീട് കെട്ടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ സർക്കാർ ഒരു കാരണവശാലും എതിർപ്പ് രേഖപ്പെടുത്തുമായിരുന്നില്ല എന്നുള്ളതും തീർച്ചയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സർക്കാർ നടത്തിയിരിക്കുന്നത് ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണെന്നും അവർക്ക് ഇപ്പം നമുക്കറിയാം ഇത് വിതരണം ചെയ്ത വീടുകളിലേക്ക് TV അടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ DVFI പ്രവർത്തകർ കൊണ്ട് എത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും 7 സെന്റ് പ്രോപ്പർട്ടി വീതം ഒരു 2 മുറിയോട് കൂടിയ ഒരു വീട് അവർക്ക് ലഭിച്ചു. ലീഗിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയ ഒരു സ്ഥലത്താണെങ്കിൽ പോലും അവർക്ക് 8 സെന്റും 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊരിക്കലും ഒരു താരതമ്യത്തിന് അർഹമായ കാര്യമേ അല്ല. അവർ ചെയ്തത് നന്മയുടെ കാര്യം തന്നെയാണ്, സർക്കാർ ചെയ്തത് ഒരു നന്മ തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടി കുറച്ചധികം ആളുകളെ, അതായത് അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഇമാതിരി പ്രവർത്തനങ്ങളിലൊന്നും ഈ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്യാത്തവർക്ക് മാറിയിരുന്നു കൊണ്ട് ഈ പറയുന്ന പോലെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കളിക്കാം, അത് രണ്ടും താരതമ്യം ചെയ്ത് കളിക്കാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. അവർ താമസിച്ചോട്ടെ, ഇവിടെ സർക്കാർ നൽകിയ ടൗൺഷിപ്പിലുള്ള ആൾക്കാരും അവിടെ താമസിച്ചോട്ടെ, ലീഗിൻ്റെ വീട്ടിനുള്ളിലും ആൾക്കാർ താമസിച്ചോട്ടെ, എല്ലാവർക്കും മനസമാധാനത്തോടു കൂടി കിടന്നിറങ്ങാൻ കഴിയുന്നതായിക്കോട്ടെ ഇത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിനപ്പുറത്തിരുന്നുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇനിയും വീട് വെക്കുമോ വെക്കില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട്. അത് വെക്കുന്നെങ്കിൽ നന്നായി, വെച്ചില്ലെങ്കിലും അവർക്ക് കൊള്ളാം എന്നതാണ് അവസ്ഥ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.